എല്ലാ വിദ്യാർത്ഥികൾക്കും ഓൺലൈൻ ക്ലാസ്സിൻ്റെ ഈ ഒരു പുതിയ അധ്യായത്തിലേക്ക് ഹാർദവമായിട്ടുള്ള സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഈ വിഷയം തുടങ്ങിയിട്ടേ ഉള്ളൂ, റൈറ്റിംഗ് ഫോർ ദ മീഡിയ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ട പ്രിൻ്റ് മീഡിയയുടെ തുടക്കം, അതെങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരുന്നു എന്നുള്ളതിൻ്റെ ആ ഡെവലപ്മെൻറ്റ് ഓഫ് ദ പ്രിൻറ്റിംഗ് പ്രസ് എന്നുള്ള ഭാഗത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ അതിലൂടെ തന്നെ ഇനി തുടർന്നുള്ള ഭാഗങ്ങളിലേക്ക് പോകാം. നമ്മൾ കുറേശ്ശെ എടുക്കുന്നതിൻ്റെ കാരണം, കുറച്ച് പറയുമ്പോൾ ആ കുറച്ച് നിങ്ങൾ അപ്പം തന്നെ മനസ്സിലാക്കി പഠിച്ചു പോയി കഴിഞ്ഞാൽ അതാണ് ഈ വിഷയത്തിൻ്റെ ഏറ്റവും വലിയ എളുപ്പം എന്ന് പറയുന്നത്. വളരെ വേഗത്തിൽ നമുക്കിത് മനസ്സിലാക്കി പോകാനായിട്ട് പറ്റും. ഓക്കെ, ഇനീഷ്യലി ബുക്സ് വെർ കോപ്പീഡ് ബൈ ഹാൻഡ് ബൈ മോങ്സ് ഹൂ ലിവ്ഡ് ഇൻ മൊണാസ്ട്രീസ്. ആദ്യ കാലഘട്ടത്തിലൊക്കെ അതിപ്പോൾ അവർ മൊണാസ്ട്രീസിലെ മങ്സിനെ പ്രത്യേകമായിട്ട് എടുത്തു പറഞ്ഞു എന്നുള്ളൂ. ഈ സന്യാസി വിഭാഗം ആളുകളാണ് ബുക്കുകൾ കൈകൊണ്ട് എഴുതിയുണ്ടാക്കി. കാരണം അവർ ഡിവോട്ടഡായിട്ട് അവർ ഫാമിലി ലൈഫൊക്കെ ഉപേക്ഷിച്ച് വന്ന ആൾക്കാരായതുകൊണ്ട് ഒരുപാട് ടൈം അവർക്ക് ഇതിനു വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഓരോ ബുക്സും 200, 300, 500 പേജൊക്കെയുള്ള പുസ്തകങ്ങൾ റൈറ്റ് ചെയ്ത് വരാൻ ചിലപ്പോൾ ഒരാഴ്ചയോ 2 ആഴ്ചയോ 3 ആഴ്ചയോ മാസങ്ങളോ ചിലപ്പോൾ എടുത്തെന്ന് വരും. അപ്പോൾ അതൊരു വലിയ ശ്രമകരമായിട്ടുള്ള ജോലിയാണ്. ദി ഒറിജിനൽ മെത്തേഡ് ഓഫ് പ്രിൻറ്റിംഗ് വാസ് ബ്ലോക്ക് പ്രിൻറ്റിംഗ്. ഐസക് ഗുണ്ടൻബർഗ് refined the technique of printing with the use of movable type, where the characters are separate part that are inserted to make the text. അത് നമ്മൾ മുൻപേ പഠിച്ചിട്ടുള്ളതാണ്. ഗുണ്ടൻബർഗിൻ്റെ കോൺട്രിബ്യൂഷനെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞതാണ്. അതുവരെ ഫിക്സഡ് ആയിട്ടുള്ള ലെറ്റേഴ്സ് കൂട്ടിച്ചേർത്തിട്ടുള്ള ബ്ലോക്കുകൾ ക്രിയേറ്റ് ചെയ്ത് ആ ബ്ലോക്ക് കൊണ്ടാണ് പ്രിൻറ്റിങ് നടത്തിയിരുന്നത്. പക്ഷേ ഇവിടെ ഗുണ്ടൻബർഗ് ആദ്യമായിട്ട് അക്ഷരങ്ങൾ നീക്കാൻ കഴിയുന്ന ഒരു പ്രിൻറ്റിംഗ് പ്രസ്സിന് രൂപം കൊടുത്തപ്പോൾ വേഗത്തിൽ കാര്യങ്ങൾ എഴുതാനും അത് പ്രിൻറ്റിങ്ങിന് വേണ്ടി സെറ്റ് ചെയ്യാനും അത് പ്രിൻ്റാക്കി മാറ്റാനും തുടങ്ങി. വൈൽ ദ ഗുണ്ടൻബർഗ് പ്രസ് വാസ് മച്ച് മോർ എഫിഷ്യൻറ്റ് ദാൻ manual copy, the industrial revolution and invention of the steam powered press by Frederick Gottlob Koenig and Andreas Friedrich Bayer in 1812 made it possible to print 10,000 copies of a page in a day. അത് കാലക്രമത്തിൽ പ്രസ്സിന് വന്ന, അതായത് പ്രിൻറ്റിങ്ങിന് വന്നിട്ടുള്ള മാറ്റങ്ങളെ കുറിച്ചിട്ടാണ് ഈ പറയുന്നത്. ഇവിടെ ആദ്യമായിട്ട് ഗുണ്ടൻബർഗിൻ്റെ നേതൃത്വത്തിൽ ഒരു പ്രിൻറ്റിംഗ് പ്രസ് മൂവബിൾ ടൈപ്പിൽ കണ്ടുപിടിക്കുകയും അതിലൂടെ തന്നെ പ്രിൻറ്റിങ് ആരംഭിച്ചപ്പോൾ എഴുതി തയ്യാറാക്കുന്ന പ്രിൻറ്റിങ്ങിനേക്കാൾ വളരെ വേഗത്തിൽ പ്രിൻറ്റിങ് എന്ന് പറയുന്നത് പോസിബിൾ ആവാൻ തുടങ്ങി. 1812 ആൻഡ്രിയാസ് ഫെഡറിക്കും ഫെഡറിക് കൊട്ട്ലോബും കൂടി കണ്ടുപിടിച്ച പ്രിൻറ്റിംഗ് പ്രസ്സിൻ്റെ കടന്നുവരവോടുകൂടി വിപ്ലവാത്മകമായിട്ടുള്ള മാറ്റത്തിന് പ്രിൻറ്റിങ്ങിൽ മാറ്റം കുറിക്കുകയാണ്. ഒരു പേജിൻ്റെ തന്നെ 10,000 കോപ്പീസ് അറ്റ് എ ഡേ, അല്ലെങ്കിൽ ഇൻ എ ഡേ എന്നുള്ള രീതിയിൽ പെർ ഡേ 10,000 പേജ് വെച്ച് അടിക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ എഴുതി തയ്യാറാക്കിയ എല്ലാ പ്രിൻറ്റിങ്ങിൻ്റെ പേപ്പറുകളുടെയും അല്ലെങ്കിൽ എല്ലാ ബുക്കുകളുടെയും പ്രിൻറ്റിങ് നമുക്കിഷ്ടം പോലെ കോപ്പികൾ എടുക്കാനുള്ള സാഹചര്യം ഉണ്ടാവാനായിട്ട് തുടങ്ങി. അപ്പോൾ അതൊരു വലിയ വിപ്ലവാത്മകമായിട്ടുള്ള മാറ്റമായിരുന്നു. ഓഫ്സെറ്റ് പ്രിൻറ്റിംഗ് ഈസ് ദ മോസ്റ്റ് കോമൺ ഫോം ഓഫ് കൊമേഴ്ഷ്യൽ പ്രിൻറ്റിംഗ്. ദിസ് ഈസ് ഡ്യൂ ടു ദ ക്വാളിറ്റി ഓഫ് ദ പ്രോഡക്റ്റ് ആൻഡ് ദി എഫിഷ്യൻസി ഇൻ പ്രിൻറ്റിംഗ് ഇൻ ബൾക്ക്. ഓഫ്സെറ്റ് പ്രിൻറ്റിംഗ് നമുക്കിന്നെല്ലാവർക്കും അറിയാവുന്നതാണ്. കമ്പ്യൂട്ടർ വിദ്യയുടെ സഹായത്തോടെ അടിച്ച് കയറ്റി ടൈപ്പ് ചെയ്ത മാറ്റർ അപ്പം തന്നെ പ്രിൻ്റായിട്ട് എത്ര കോപ്പി വേണമെങ്കിലും അച്ചടിച്ചിറക്കാവുന്ന ഓഫ്സെറ്റ് പ്രിൻറ്റിംഗ് രീതി എന്ന് പറയുന്നത് ഇന്ന് അവൈലബിൾ ആണ്. അതുകൊണ്ടാണ് ഡെയിലി രാവിലെ പത്രം ഇറങ്ങുന്നത്, നമ്മളുടെ ടെക്സ്റ്റ് ബുക്കുകൾ അച്ചടിക്കപ്പെടുന്നത് ഇത്ര വേഗത്തിൽ. ഒരു ദിവസം തന്നെ ആയിരക്കണക്കിന് കോപ്പികൾ പുസ്തകങ്ങൾ ഒരു ബുക്കിൻ്റെ തന്നെ ആയിരക്കണക്കിന് കോപ്പികൾ അച്ചടിച്ചിറക്കാൻ പറ്റുന്ന നിലവിലേക്ക്
ഇത് ഉയർന്നു കഴിഞ്ഞു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. Modern digital presses are getting closer to the cost or benefit of offset for high quality work, though they have not yet been able to compete with the sheer volume of the product than offset press can produce. നമ്മുടെ ഡിജിറ്റൽ പ്രിൻറ്റിംഗ് രീതികൾ, നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്കറിയാം ഇപ്പോൾ കളർ പ്രിൻറ്റിങ്, ലേസർ പ്രിൻറ്റിങ്, ഇങ്ക്ജെറ്റ് പ്രിൻറ്റിങ്, പലതരത്തിലുള്ള വ്യത്യസ്തമായിട്ടുള്ള പ്രിൻറ്റിങ് രീതികൾ നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആണ്. ഫ്ലെക്സിനും വിലയിലും ഒക്കെ നമ്മൾ പ്രിൻറ്റിങ് ഇപ്പോൾ നടത്തുന്നതാണ്. അപ്പോൾ ടെക്നോളജി വരുന്നതിനനുസരിച്ച് ബൾക്കായിട്ടുള്ള പ്രൊഡക്ഷനും ഒപ്പം ഹയർ ക്വാളിറ്റിയാണ്. ഒരു പുതിയ ചേഞ്ച് എന്ന് പറയുന്നത് എപ്പോഴും പഴയ രീതിയേക്കാൾ നല്ലൊരു രീതി നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കാനായിരിക്കും ഉപയോഗിക്കുന്നുണ്ടായിരിക്കുക. അപ്പോൾ ആ നല്ല രീതിയെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയുമ്പോൾ നമുക്കുണ്ടാവുന്ന മെച്ചം, ലാഭം എന്ന് പറയുന്നത് പഴയതിനേക്കാൾ വേഗത്തിൽ പുസ്തകങ്ങൾ അച്ചടിക്കാൻ കഴിയുന്നു എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. രണ്ട്, പഴയതിനേക്കാൾ മികച്ച ക്വാളിറ്റിയിൽ നമുക്ക് അച്ചടിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ ഡെവലപ്മെൻറ്റ്. ഓഡിയൻസ് ഫോർ ദ ന്യൂസ്. ആരാണ് ഈ പ്രിൻ്റ് മീഡിയയുടെ ഓഡിയൻസ് എന്ന് പറയുന്നത്? എ മെസ്സേജ് ഈസ് എൻകോഡഡ് വിത്ത് എ സ്പെസിഫിക് ഓഡിയൻസ് ഇൻ മൈൻഡ്. ദ റിസീവർ ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ആസ് ദി സെൻഡർ ഇൻ ദ ഫീൽഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഓഡിയൻസസ് ആർ വൈറ്റൽ ഇൻ കമ്മ്യൂണിക്കേഷൻ. ഇറ്റ് ഈസ് ഫോർ ദി ഓഡിയൻസ് that the media are constructing and conveying information, and if it were not for the audience, the media would not exist. Abercrombie said, "The audience are not blank sheet of papers on which the media messages can be written. Members of an audience will have prior attitudes and beliefs which will determine how effective media messages are." അപ്പോൾ ഇവിടെ പറയാണ്, പ്രിൻറ്റിങ്ങിലൂടെ എന്ത് പറയാൻ ശ്രമിച്ചാലും അല്ലെങ്കിൽ മീഡിയയിലൂടെ എന്ത് പറയാൻ ശ്രമിച്ചാലും മുൻപിലൊരു ഗ്രൂപ്പ് ഓഫ് ഓഡിയൻസ് ഉണ്ട്. അവരുടെ മൈൻഡ് സെറ്റിലുണ്ട്, ഇന്ന ആൾക്കാരാണ് ഇത് വായിക്കാൻ പോകുന്നത്. അവരുടെ ഇൻ്റലക്ച്വൽ നിലവാരം ഇതായിരിക്കും, എഡ്യൂക്കേഷണൽ നിലവാരം ഇതായിരിക്കും, അവരുടെ കൾച്ചർ ഇതായിരിക്കും, അവരുടെ റിലീജിയൻ, സാമൂഹികപരമായിട്ടുള്ള ചുറ്റുപാടുകൾ, ജിയോഗ്രഫിക്കൽ ഏരിയയുടെ പ്രത്യേകതകൾ. ജിയോഗ്രഫിക്കൽ ഏരിയയ്ക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. കടൽ തീരത്ത് താമസിക്കുന്ന ആൾക്കാർ കാലാവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾക്ക് അവർ വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കും. മഴ, കാറ്റ്, എപ്പോഴും വാർത്തയിൽ കേൾക്കുന്നതാണല്ലോ നിങ്ങൾ. മണിക്കൂറിൽ 40 കിലോമീറ്റർ മുതൽ 50 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാൻ സാധ്യതയുണ്ട്. മീൻപിടുത്തക്കാർ ശ്രദ്ധിക്കുക, കടലിൽ പോകുന്നവർ ശ്രദ്ധിക്കുക. ആ കാറ്റിൻ്റെ പ്രശ്നം വല്ലതും സിറ്റി ലൈഫിലുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടോ? അത് കേൾക്കേണ്ട കാര്യം തന്നെ നമുക്കില്ലാത്ത പോലെ. അപ്പം അതാണ് ഞാൻ പറഞ്ഞത്, ജിയോഗ്രഫിക്കൽ ഏരിയ. അപ്പം അത് അവിടെ കറക്റ്റായിട്ട് മൈൻഡിലുണ്ട്, ആരാണിത് കേൾക്കാൻ പോകുന്നത്. അവർ മാത്രമേ കേൾക്കുള്ളൂ എന്നില്ല. ഓഡിയൻസ് ഡിഫറെൻ്റ് ആണ്. ഓഡിയൻസ് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഇന്നിപ്പോൾ ഒരു കാര്യം കണ്ട ആൾക്കാർ, വായിച്ച ആൾക്കാർ നാളെ അത് വായിക്കണമെന്ന് നിർബന്ധമില്ല. നാളെ പുതിയൊരു വിഭാഗം അത് വായിക്കാനായിട്ട് തയ്യാറായി വന്നുകൂടായികയില്ല. രണ്ട് സാധ്യതയുണ്ട്. വായിക്കുന്ന ഒരാളെ നഷ്ടപ്പെടാം, പുതിയൊരാൾ വായനക്കാരനായിട്ട് കടന്നു വന്നേക്കാം, രണ്ടും ഉണ്ടാവാം. പക്ഷെ ഇതൊക്കെയാണെങ്കിലും ഇതൊരു ഇൻ്റർചേഞ്ചബിലിറ്റിക്കുള്ള സാധ്യതയുണ്ടെങ്കിലും മാറ്റർ തയ്യാറാക്കുന്ന ആളുടെ മൈൻഡിൽ എൻ്റെ ഓഡിയൻസ് ഇതാണ്. അവർക്ക് ഇന്ന വാർത്തകളൊക്കെ വേണം, ഇന്ന കാര്യങ്ങളൊക്കെയാണ് പ്രിൻ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. അതിൻ്റെ ഒരു ഔട്ട്ലൈൻ അയാൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പം അതിൽ നിന്ന് പുറത്തു പോവുകയാണെങ്കിൽ അതിനർത്ഥം ആ വായനക്കാരന് ആ മെസ്സേജ് അല്ല ആവശ്യം. അതുകൊണ്ട് അയാൾ അതിൽ നിന്ന് എക്സിറ്റ് ചെയ്തു. അതേസമയം അതേ രീതിയിലുള്ള അല്ലെങ്കിൽ ആ ഒരു വാർത്തകളോട് താല്പര്യമുള്ള
മറ്റൊരു വ്യക്തി ഓട്ടോമാറ്റിക്കലി അവിടെ ഓഡിയൻ്റായിട്ട് വന്നു. അതുകൊണ്ടാണ് പുതിയ ഓഡിയൻസ് ഉണ്ടാവുന്നത്, ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഓഡിയൻസിനെ അറിഞ്ഞ് കൊടുക്കാൻ കഴിയുന്ന വാർത്തകൾക്കും വിവരങ്ങൾക്കുമാണ് ഓഡിയൻസിന് കിട്ടുള്ളൂ. There are many different ways to conceptualize the audience and the way in which they relate to the media. The very nature of actual audience is quite different. There are many different audience for many different media. അതാണ് ഞാൻ പറഞ്ഞത്. പല മീഡിയയ്ക്കും പല തരത്തിലുള്ള ഓഡിയൻസിനെ ആയിരിക്കും കിട്ടുക. ഇപ്പം ഞാൻ ഏഷ്യാനെറ്റ് ചാനൽ കാണുന്നു, നിങ്ങൾ ഏഷ്യാനെറ്റ് ചാനൽ കാണുന്നു. ഞാനും നിങ്ങളും ഒരേ വേവ് ലെങ്ത് ആയിക്കോളണം നിർബന്ധമില്ല. ഞാൻ കാണുന്നു, എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മ കാണുന്നു, അല്ലെങ്കിൽ മനോരമ പേപ്പർ വായിക്കുന്നു. ഞാൻ വായിക്കുന്ന വാർത്തകളായിരിക്കില്ല അമ്മ പ്രാധാന്യം കൊടുക്കുന്നുണ്ടായിരിക്കുക. അമ്മയ്ക്ക് പ്രാധാന്യമുള്ള വാർത്തകൾ ചിലപ്പോൾ എനിക്ക് വാർത്തയായിരിക്കില്ല. ഇതാണ് ഓഡിയൻസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. അവർക്ക് വേണ്ട വാർത്തയുടെ പിന്നാലെ പോവും, അല്ലെങ്കിൽ അവർക്ക് വേണ്ടത് തരാൻ തയ്യാറാവുന്ന മീഡിയ ഏതാണോ ആ മീഡിയയുടെ കൂടെ പോവും. അപ്പം അത് അറിഞ്ഞു കൊടുക്കാനുള്ള കഴിവുണ്ടാവണം. ഇപ്പോൾ കൊച്ചു ടി വി എന്ന് പറയുന്ന ചാനൽ നമ്മളിൽ എത്ര പേര് കാണുന്നുണ്ടാവും? നിങ്ങളിപ്പോഴും കാണുന്നുണ്ടാവും കേട്ടോ, അതിനെനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ പറയുന്ന ആ ചാനലിലെ പ്രോഗ്രാം സെറ്റ് ചെയ്യുമ്പോൾ അവരൊരു സ്പെസിഫിക് ഓഡിയൻസിനെ മനസ്സിൽ കണ്ടിട്ടുണ്ടായിരിക്കും. ഒരു 3 വയസ്സ് മുതൽ 10 വയസ്സ് വരെയുള്ള കുട്ടികൾ, അവർക്ക് വേണ്ടിയിട്ടുള്ള സീരിയലുകളാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അവരെ പിടിച്ചിരുത്താൻ കഴിയുന്ന പ്രോഗ്രാമുകളായിരിക്കണം. അതേസമയം ഏഷ്യാനെറ്റ് നാളെ തീരുമാനിക്കുകയാണ് കൊച്ചു ടി വിയിലെ പ്രോഗ്രാമുകളായിട്ടുള്ള ബാലവീറും അല്ലെങ്കിൽ അതുമായിട്ട് സംബന്ധിച്ച് ഡോറ ഇങ്ങനെയുള്ള പ്രോഗ്രാമുകളൊക്കെ നാളെ മുതൽ ഏഷ്യാനെറ്റ് കണ്ടിന്യൂസ് ആയിട്ട് സംപ്രേഷണം ചെയ്യാൻ പോവാണ്. എന്ത് സംഭവിക്കും? ഏഷ്യാനെറ്റിൻ്റെ പ്രേക്ഷകരില്ലാണ്ടാവും, വേറെ ഒന്നും സംഭവിക്കില്ല. ഇതുപോലെ തന്നെയാണ് പത്രങ്ങളും. മനോരമയ്ക്ക് മനോരമയുടേതായിട്ടുള്ളൊരു സ്റ്റൈലുണ്ട്. അവരാ ഒരു സിസ്റ്റത്തിലൂടെ തന്നെ എഴുതി പോവുള്ളൂ. മാതൃഭൂമിക്ക് മാതൃഭൂമിയുടേതായിട്ടുള്ളൊരു സ്പെസിഫിക് രീതിയുണ്ട്. ദേശാഭിമാനിക്ക് ഷുവറായിട്ടും ദേശാഭിമാനിയുടേതായിട്ടുള്ളൊരു രീതിയുണ്ട്. ദേശാഭിമാനി വായിക്കുന്നവന് മനസ്സിലാവും അവനൊരു കമ്മ്യൂണിസ്റ്റ് ചായ്വിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന്. ആ എഴുതുന്നതിലും വാർത്തകളെ അവർ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയിലൊക്കെ അത് കാണാനായിട്ട് പറ്റും. അതാണ് വ്യത്യാസം. Newspaper readers and radio listeners are two type of audience, but some newspaper readers will also be the part of radio audience. People who watch one type of program on television will also watch another type of program and will be part of another audience. ഇതൊരു പ്രശ്നമാണ്. ഞാനിപ്പോൾ പറഞ്ഞോളൂ, ഓഡിയൻസ് പലതരത്തിലായിരിക്കുമെന്ന് ഞാൻ പറഞ്ഞില്ലേ. നമുക്ക് എന്താണ് വേണ്ടതെന്ന് അറിഞ്ഞ് ആര് തരുന്നോ അവരുടെ കൂടെ നമ്മൾ പോവും. നമ്മൾ റേഡിയോ കാലങ്ങളായിട്ട് കേൾക്കുന്നതാണെന്നുള്ളത് കൊണ്ട് ചിലപ്പോൾ റേഡിയോയിൽ വാർത്ത കേൾക്കുന്നുണ്ടായിരിക്കും. പക്ഷെ ഞാൻ അതിൻ്റെ കൂടെ പേപ്പറും വായിക്കുന്നുണ്ട്. റേഡിയോയിൽ പറഞ്ഞ വാർത്ത തന്നെ ഈ പേപ്പറിൽ വന്നിട്ടുള്ളൂ, അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലായിട്ട് വിശദീകരിച്ച് ആ വാർത്ത കൊടുത്തിരിക്കുന്നു എന്നേ ഉള്ളൂ. പിന്നെ എന്തുകൊണ്ട് ഞാൻ പേപ്പർ വായിക്കുന്നു? അപ്പം ഞാൻ രണ്ടിൻ്റെ ഓഡിയൻ്റായി. പേപ്പറിൻ്റെയും ഓഡിയൻസിൻ്റെ ഗ്രൂപ്പിൽ ഞാനുണ്ട്, റേഡിയോയുടെ ഓഡിയൻസിൻ്റെ ഗ്രൂപ്പിൽ ഞാനുണ്ട്. അതുകൊണ്ട് ഞാൻ ടി വി കാണില്ല എന്നുണ്ടോ? ടി വി ഞാൻ കാണുന്നുണ്ട്. ഞാൻ ടി വിയുടെയും ഓഡിയൻസിൽ പെട്ട ഒരാളാണ്. അപ്പോൾ എനിക്ക് പല പല മീഡിയേനെ ഹെൽപ്പിന് വിളിക്കാം. പല പല പ്രോഗ്രാമുകൾക്ക് പല പല ഓഡിയൻ്റായിട്ട് ഞാൻ അതിനകത്ത് പെട്ടുപോകും. ചിലപ്പോൾ ഏഷ്യാനെറ്റ് ഒരു സിനിമ ഇടുമ്പോൾ മാത്രം ഞാൻ ഏഷ്യാനെറ്റ് കാണുന്ന ആളായിരിക്കും. അപ്പുറത്ത് സൂര്യയിൽ നല്ല സിനിമ ഉണ്ടെങ്കിൽ ഞാൻ സൂര്യയിലേക്ക് പോവും. അപ്പം എൻ്റെ സെലക്ഷൻ എന്ന് പറയുന്നത് എനിക്കെന്താണോ വേണ്ടതിന് എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ് എൻ്റെ സെലക്ഷൻ ഇരിക്കുന്നത്. അതിനെനിക്ക് ആരെയും
ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഓഡിയൻ്റ് എന്ന നിലയിൽ അതെൻ്റെ സ്വാതന്ത്ര്യമാണ്. എനിക്ക് തീരുമാനിക്കാം ഞാൻ എന്ത് കാണണം, ഞാൻ എന്ത് കേൾക്കണം, ഞാൻ എന്ത് വായിക്കണം. ആ എന്നെ മനസ്സിലാക്കി എൻ്റെ രീതികൾക്ക് ഉൾക്കൊള്ളാവുന്ന രീതിയിൽ ആരൊക്കെ പ്രസൻറ്റ് ചെയ്യുന്നോ ആ പ്രസൻറ്റ് ചെയ്യുന്നവരുടെ ഒക്കെ കൂടെ ഞാൻ പോവും. അവരുടെ ചാനൽ ഞാൻ നിരന്തരം കണ്ടുകൊണ്ടിരിക്കും, അവരുടെ പ്രോഗ്രാമുകൾ ഞാൻ കണ്ടുകൊണ്ടിരിക്കും, അവരുടെ പത്രം ഞാൻ വായിച്ചുകൊണ്ടിരിക്കും. കാരണം അവിടുത്തെ സെലക്ഷൻ ചോയ്സ് എന്ന് പറയുന്നത് എൻ്റെ മാത്രമാണ്, ഇൻഡിപെൻഡൻ്റ് ആണ്. അതുകൊണ്ടാണ് ഇങ്ങനെ പലരും പല ഓഡിയൻസിൻ്റെ ഗ്രൂപ്പിലും ഉൾപ്പെടുന്നതിൻ്റെ കാരണം. There are no effective way to measure audience or to measure all the individuals' responses to the media. ഒരിക്കലും പോസിബിൾ അല്ല. ഞാൻ ഏതൊക്കെ മീഡിയ കാണും, ഏതൊക്കെ ഞാൻ ഉപയോഗപ്പെടുത്തും, ഏതൊക്കെ ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കും, ഇതൊന്നും പ്രവചിക്കാനായിട്ട് പറ്റില്ല. ഇന്നെനിക്ക് പേപ്പർ വായിക്കാൻ തോന്നി, നാളെ എനിക്ക് പേപ്പർ വായിക്കാൻ തോന്നി, ഞാൻ വായിക്കില്ല. മനോരമൻ്റെ വീട്ടിൽ വന്നിട്ട് പറയൂ, ഏയ് നിങ്ങൾ എൻ്റെ ഓഡിയൻസിൽ പെട്ട ആളാണ്, നിങ്ങൾ ഇന്ന് പേപ്പർ വായിച്ചേ പറ്റൂ, ഒരു നിലയ്ക്കും നിങ്ങൾ പേപ്പർ വായിക്കാതിരിക്കാൻ പാടില്ല എന്ന് മനോരമയ്ക്ക് പറയാൻ പറ്റൂ? എനിക്കൊരു ദിവസം ന്യൂസ് കാണാനോ തോന്നിയെന്ന് വെച്ചാൽ ഞാൻ ടി വിയിൽ ന്യൂസ് കാണും. നല്ലോണം ബോറടിച്ചിരിക്കുന്ന ഒരു ദിവസം, അല്ലെങ്കിൽ ഞാൻ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ദിവസം എനിക്ക് റേഡിയോ കേൾക്കണം തോന്നി, ഞാൻ റേഡിയോ മാത്രം കേട്ടു. ഏഷ്യാനെറ്റുകാർ മാധവൻ എൻ്റെ വീട്ടിൽ വന്നിട്ട് പറയൂ, ഹലോ നിങ്ങൾ ഏഷ്യാനെറ്റിൻ്റെ ഒരു ഓഡിയൻ്റാണ്, ഇന്ന് ഏഷ്യാനെറ്റ് വെച്ചതായിട്ട് കാണുന്നില്ല, നിർബന്ധമായിട്ട് നിങ്ങൾ വീട്ടിൽ പോയി കുറച്ച് നേരം ഏഷ്യാനെറ്റ് കാണും, അല്ലെങ്കിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരുന്ന സീരിയലോ പ്രോഗ്രാമോ നിങ്ങൾ ഇന്ന് കണ്ടിട്ടില്ല എന്ന് വന്നിട്ട് പറയൂ? പറയില്ല. അതൊക്കെ എൻ്റെ സൗകര്യമല്ല, താൻ മോഡോടുന്നു, എനിക്ക് സൗകര്യമില്ല, ഞാൻ കാണണമല്ലോ എന്ന് ഞാൻ പറയില്ലേ? അപ്പോൾ ഇവിടെ ഓഡിയൻസിനാണ് പ്രാധാന്യം. അപ്പോൾ അവർക്ക് വേണ്ടി അവരുടെ രീതിയിലേക്കായിരിക്കണം മീഡിയയിലൂടെ സംസാരിക്കുന്നവരും എഴുതുന്നവരൊക്കെ അവരുടെ പ്രസൻറ്റേഷൻ നടപ്പിലാക്കാൻ. എ ഫോക്കസ് ഓൺ ഓഡിയൻസ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഇൻ മീഡിയ സ്റ്റഡീസ്. There have been many different theories on how audience responded to the media. No two members of the audience will interpret the media message in the same way. This alerts us to the possibility of ambiguity of meaning and makes us aware that producers need to be careful in the construction of their messages. ഇവിടെ വലിയൊരു പ്രതിസന്ധി മീഡിയ നേരിടുന്നത്, ആരാണ് എൻ്റെ ഓഡിയൻ്റ് എന്ന് എനിക്ക് തീരുമാനിക്കാൻ പറ്റില്ല, അയാളെൻ്റെ സ്ഥിരം ഓഡിയൻ്റ് ആയിരിക്കുമെന്ന് എനിക്ക് ഉറപ്പിക്കാൻ പറ്റില്ല, അയാൾ ഏതൊക്കെ സമയത്ത് മറ്റ് മീഡിയകളിലേക്ക് പോവുമെന്ന് എനിക്ക് പ്രവചിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതൊക്കെ ഒരു ആക്യുറേറ്റ് അല്ലാത്ത, വളരെ കൃത്യമായിട്ട് പറഞ്ഞാൽ ഇതൊരു പെർസെപ്ഷനാണ്, ഒരു ഊഹമാണ്. വരുമായിരിക്കും, കാണുമായിരിക്കും, അത്രേ പറയാൻ പറ്റുള്ളൂ. ഒരു കാര്യത്തിലും നമുക്ക് ഒരാളെയും ഉറപ്പിച്ച് ഓഡിയൻസിൻ്റെ എണ്ണത്തിൽ ഉറപ്പിച്ച് പറയാനായിട്ട് പറ്റില്ല. കണ്ടാൽ പറയാം കണ്ടു എന്ന്, എൻ്റെ വാർത്ത കേട്ടാൽ പറയാൻ കേട്ടു എന്ന്. ഇനിയിപ്പോൾ ഡെയിലി പത്രത്തിന് മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരാളാണെന്ന് വിചാരിച്ചോളൂ. അയാളൊരു ദിവസം ഒരു യാത്ര പോയി, അല്ലെങ്കിൽ അയാൾ പത്രം കിട്ടാൻ സാധ്യതയുള്ള ഒരു സാഹചര്യത്തിലായിരുന്നില്ല, അതുകൊണ്ട് ഇന്ന് പത്രം വായിച്ചില്ല. പത്രത്തിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ പത്രം എഴുതുന്ന ആൾ എപ്പോഴും ശ്രദ്ധിക്കണം, അയാളും കൂടി വായിക്കും, അപ്പോൾ അയാൾക്കും കൂടി താല്പര്യമുള്ള രീതിയിലായിരിക്കണം. എന്നാൽ ഇപ്പുറത്തുള്ളവരെ ബുദ്ധിമുട്ടിക്കലാക്കാനും പാടില്ല. എല്ലാവരും തൃപ്തിപ്പെടുത്തണം മീഡിയയ്ക്ക്. അതുകൊണ്ടാണ് മീഡിയ ഒരു ന്യൂട്രലായിട്ട് എപ്പോഴും നിലനിൽക്കുന്നത്. അങ്ങനെ നിലനിന്നാൽ മാത്രമേ മുന്നോട്ട് പോവുക എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ സംഭവിക്കുകയുള്ളൂ എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ യാഥാർത്ഥ്യം. ഇനി അടുത്തത് ഫീച്ചർ റൈറ്റിംഗ് ആണ്. ന്യൂസ് എങ്ങനെയാണെന്ന് നമ്മൾ പറഞ്ഞു, ഇനി ഫീച്ചർ എങ്ങനെയാണെന്നുള്ളതാണ്. പല ഫീച്ചറുകളും നമ്മൾ വായിക്കാറുണ്ട്, കേട്ടിട്ടുണ്ട്. പക്ഷെ അതെങ്ങനെ എഴുതും, എന്താണ് അതിൻ്റെ രീതി, അതിലെന്തൊക്കെ ഉൾക്കൊള്ളിക്കണം,
ഇവിടെ എന്തൊക്കെ ഒരു ഫീച്ചറിൽ വരണം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഹൗ ടു റൈറ്റ് എ ഫീച്ചർ എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരവാണ് നിങ്ങൾ ഇപ്പോൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഫീച്ചർ റൈറ്റിംഗ്. എ ഫീച്ചർ സ്റ്റോറി ഈസ് ഡിഫറെൻറ്റ് ഫ്രം ന്യൂസ് സ്റ്റോറി ഇൻ വൺ റെസ്പെക്റ്റ്, ഇറ്റ്സ് ഇൻറ്റൻറ്റ്. ഫീച്ചർ സ്റ്റോറി എന്ന് പറയുന്നത് ന്യൂസ് സ്റ്റോറിയിൽ നിന്നും വ്യത്യസ്തമാണ്. എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? ഇൻറ്റൻഷൻ, അവരുടെ ലക്ഷ്യം എന്നുള്ള കാര്യത്തിൽ വ്യത്യാസമുണ്ട്. ന്യൂസിനെ സംബന്ധിച്ചിടത്തോളം നടന്ന കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യാണ്. ഫീച്ചർ അങ്ങനെയല്ല. ഫീച്ചർ ഒരു പർട്ടിക്കുലർ ഇഷ്യൂവിനെ അതിൻ്റെ A to Z കീറി മുറിച്ച് ക്യാപ്സ്യൂൾ രൂപത്തിലാക്കി നമുക്ക് തരും. പക്ഷേ ആ ക്യാപ്സ്യൂളുകളൊക്കെ ഒരുമിച്ച് വെച്ച കാരണം അതൊരു വലിയ മെസ്സേജായിട്ട് തോന്നുമായിരിക്കാം. പക്ഷെ അത് വായിക്കുന്നവൻ അവൻ ആ വിഷയത്തിൽ കൂടുതലായിട്ട് അറിയാനുള്ള താല്പര്യമാണ്. ഇപ്പോൾ കുറച്ച് ദിവസം മുൻപ് മലയാള മനോരമയിലൊരു ഫീച്ചർ എന്ന് പറയാൻ പറ്റില്ല, എങ്കിലും ഫീച്ചർ പോലെ ഫ്രണ്ട് പേജിൽ ഒരു വാർത്ത വന്നു. ശിവശങ്കറിനെ ED ചോദ്യം ചെയ്യുന്നു. ഉൾപേജിൽ ഏകദേശം നടുക്കിലത്തെ പേജിലായിട്ട് സ്വർണ്ണക്കള്ളക്കടത്തിൻ്റെ നാൾ വഴികൾ എന്ന് പറഞ്ഞിട്ട് ഒരു ലേഖനം, ഒരു ഫീച്ചർ മനോരമ തയ്യാറാക്കി. സരിത്തും അനൂപും തമ്മിൽ എന്ത് ബന്ധം, അനൂപും സ്വപ്നയും തമ്മിൽ എങ്ങനെ കണക്ട് ചെയ്യുന്നു, ശിവശങ്കറും സ്വപ്നയും തമ്മിലുള്ള റിലേഷൻ എന്താണ്, ഈ സ്വർണ്ണക്കള്ളക്കടത്തിലുള്ള ബന്ധം എന്നുള്ളത് കണക്ട് ചെയ്ത് ഇന്ന ദിവസം ഇന്ന ബാഗേജ് വരുന്നു, അതിൽ ഇത്ര സ്വർണ്ണമുണ്ടെന്ന് കണ്ടെത്തുന്നു, അത് സ്വപ്ന വഴി ഇന്ന ആൾക്ക് കൈമാറുന്നു, പിന്നീട് കോൺസുലേറ്റിൻ്റെ വേറൊരു നയതന്ത്ര പാക്കേജ് വരുന്നു. ഇങ്ങനെ ഓരോ ഡേറ്റ് ഇട്ട് എല്ലാവരും അത് വായിക്കായിരിക്കും. കാരണം പത്രത്തിൻ്റെ ഒരു 2 പേജ് നിറച്ചിതാണ്. എങ്ങനെ വായിച്ച് തീർക്കാനാണ്? നമുക്ക് സമയമില്ല അത്രയൊന്നും ചിലവാക്കാൻ. നമ്മൾ ഫ്രണ്ടിലെ ED ചോദ്യം ചെയ്തു. പ്രധാനമായിട്ട് എന്തിട്ടൊക്കെ അയാൾ പറഞ്ഞേ, അയാൾക്ക് ബന്ധമുണ്ട് അല്ലെങ്കിൽ ബന്ധമില്ല, ഓക്കെ ഫൈൻ, കഴിഞ്ഞു. ഇതാണ് ഫീച്ചറിൻ്റെ ന്യൂസിൻ്റെയും ലക്ഷ്യങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. ആ ലക്ഷ്യമാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ന്യൂസ് സ്റ്റോറി പ്രൊവൈഡ്സ് ഇൻഫർമേഷൻ അബൌട്ട് ആൻ ഇവൻറ്റ്, ഐഡിയ ഓർ സിറ്റുവേഷൻ. എന്താ നടന്നതെന്നുള്ളത് പറയും. കാറും ബൈക്കും കൂട്ടിയിടിച്ചു, ബൈക്ക് യാത്രികൻ മരിച്ചു, ന്യൂസാണ്. കാര്യം എന്താണെന്ന് പറഞ്ഞു, ഇൻഫർമേഷൻ എന്താണെന്ന് നിങ്ങൾക്ക് പാസ് ചെയ്തു. നിങ്ങൾക്ക് കൂടുതലായിട്ട് അവിടെ ഒന്നും അറിയേണ്ട കാര്യമൊന്നുമില്ല, അല്ലെങ്കിൽ കൂടുതലായിട്ടൊന്നും അറിയാനില്ല അവിടെ. ന്യൂസ് എന്ന് പറഞ്ഞാൽ ഇതാണ്. മണ്ണുത്തി കാർഷിക സർവകലാശാലയ്ക്ക് മുൻപിൽ ജലവിതരണ പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നു. ഫീച്ചറാണോ? അല്ല, ന്യൂസാണ്. കാര്യം എന്താണെന്ന് ജസ്റ്റ് ഞാൻ പറഞ്ഞു അവസാനിപ്പിച്ചു. വായിച്ചവനും മനസ്സിലായി, പറഞ്ഞവനും കാര്യം അറിയാം. പ്രശ്നം തീർന്നു. ന്യൂസിനെ സംബന്ധിച്ച് ഇൻഫർമേഷൻ കൃത്യമായിട്ട് പാസ് ചെയ്യപ്പെട്ടാൽ മതി. അതേസമയം ഫീച്ചറിൽ വ്യത്യാസമുണ്ട്. ഫീച്ചർ ഡസ് സംതിങ് മോർ. അവിടെ ജസ്റ്റ് കാര്യം എന്താന്ന് മാത്രം പറഞ്ഞാൽ പോരാ. ആ സംഭവം ഉണ്ടാവാനുണ്ടായ കാരണങ്ങൾ, ആ സംഭവത്തെ തുടർന്നുണ്ടായ സംഭവ വികാസങ്ങൾ, ഇനി എന്തൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്, കുറേ കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടി വരികയാണ് അവിടെ. ഇറ്റ് മേ ഓൾസോ ഇൻറ്റർപ്രറ്റ് ന്യൂസ് ആൻഡ് ആഡ് ഡെപ്ത് ടു എ സ്റ്റോറി വിത്ത് ആൻ ഇൻറ്റൻഷൻ ടു ഇൻസ്ട്രക്റ്റ് ഓർ എൻ്റർടൈൻ ദ റീഡർ. ചില ആൾക്കാർക്ക് ഇങ്ങനത്തെ വായിച്ചു പോകാൻ നല്ല ഇഷ്ടമാണ്. ഇപ്പോൾ ഈ പറഞ്ഞ സ്വർണ്ണക്കള്ളക്കടത്തിൻ്റെ നാൾ വഴികൾ വായിച്ചു പോകാൻ ഇഷ്ടമാണ്. 2019 ഏപ്രിൽ 28 ആദ്യത്തെ നയതന്ത്ര പാക്കേജ് വരുന്നു. അതിൽ 22 കിലോ സ്വർണം അടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് സ്വപ്നയും അനൂപും കൂടി പങ്കുവയ്ക്കുകയും അതിൻ്റെ ലാഭവിഹിതത്തിൽ ഒരു വിഹിതം സരിത്തിന് കൈമാറുകയും ചെയ്തു. സ്വർണം വാങ്ങിച്ചതും വിൽപ്പനയ്ക്കായിട്ട് ഏറ്റെടുത്തതും പൈസ കൈമാറിയതും റമീസ് എന്ന ഇടനിലക്കാരനാണ്. ഒക്ടോബർ 8 രണ്ടാമത്തെ നയതന്ത്ര പാക്കേജ് കേരളത്തിലേക്ക് എത്തുന്നു. UAE കോൺസുലേറ്റിൻ്റെ അനുമതിയോടുകൂടി വന്ന പാർസലിൽ 5 കിലോ സ്വർണം കടത്തുന്നു. കഴിഞ്ഞ പ്രാവശ്യത്തിൽ നിന്ന് വിഭിന്നമായി റമീസിൽ നിന്ന് അനൂപ് പണം കൈപ്പറ്റുകയും
സ്വപ്നയുടെയും സരിത്തിൻ്റെയും അക്കൗണ്ടുകളിലേക്ക് പൈസ അയക്കുകയും ഇതിനെല്ലാം സഹായകരമായി നിന്ന ശിവശങ്കറിന് ഇന്ന സ്ഥലത്ത് ഫ്ലാറ്റ് എടുത്തു കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ഇങ്ങനെ വിശദീകരിച്ച് ഓരോരോ കാര്യങ്ങളായിട്ട് പറഞ്ഞു പോകുമ്പോൾ സമയമുള്ളവനത് വായിക്കും, ആ വിഷയത്തിൽ കൂടുതലായിട്ട് കാര്യങ്ങൾ അറിയണമെന്ന് താല്പര്യമുള്ളവൻ വായിക്കും, അല്ലാത്തവൻ ഹെഡ്ലൈൻ വായിച്ചിട്ട് കടന്നു പോകും. ഇതാണ് ഫീച്ചറിൻ്റെ മെച്ചം. അവിടെ ഇൻറ്റൻഷനാണ്, അയാൾക്കൊരു ലക്ഷ്യമുണ്ട്. ഫീച്ചർ എഴുതുന്ന ആൾക്കൊരു ലക്ഷ്യമുണ്ട്. ഞാൻ എന്തിനെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്, ആ പറയുന്നത് റീഡേഴ്സിനെ വായിക്കാൻ പ്രേരിപ്പിക്കുന്ന, അയാൾക്കൊരു സന്തോഷം നൽകുന്ന, സന്തോഷം മീൻസ് ഞാൻ പറയുന്നത് എൻ്റർടൈൻ ചെയ്യാണ്. നിങ്ങൾക്കൊരു കാര്യം വായിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ രസിപ്പിക്കുന്നുണ്ടായിരിക്കണം. അത് ചിലപ്പോൾ കള്ളക്കടത്തായിരിക്കാം, പീഡനമായിരിക്കാം, കൊലപാതകമായിരിക്കാം. ഓരോരുത്തരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് അവരുടെ റീഡിംഗ് കണ്ടൻറ്റിൽ മാറ്റം വരും. A news feature explores a story. News features have the freedom to be less time sensitive than news stories. A feature is longer than ordinary news story. രണ്ട് കാര്യങ്ങളാണ് ന്യൂസ് സ്റ്റോറിക്കുള്ളത്, ഫീച്ചറിനുള്ളത്. ഫീച്ചർ ന്യൂസ് സ്റ്റോറിയേക്കാൾ ലെങ്തി ആയിരിക്കും. കാരണം തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള കാര്യങ്ങൾ പറയണം. ന്യൂസ് ഇന്നലെ എന്ത് സംഭവിച്ചു, ഇപ്പം എന്ത് സംഭവിച്ചു എന്നുള്ളത് മാത്രമേ പറയുള്ളൂ. അതിൻ്റെ പിന്നാമ്പുറങ്ങളിലേക്കോ അതിൻ്റെ മുന്നാമ്പുറങ്ങളിലേക്കോ വരില്ല. കാരണം അതിനുള്ള സമയമില്ല. ന്യൂസ് സ്റ്റോറി എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് ഇൻഫർമേഷൻ കൈമാറുക എന്നുള്ളത് മാത്രമാണ്. ഇപ്പോൾ ജസ്റ്റ് പറയുകയാണെങ്കിൽ ബിനീഷ് കോടിയേരിയെ ED അറസ്റ്റ് ചെയ്തു, ഇത് ന്യൂസ് സ്റ്റോറിയാണ്. ബിനീഷ് കോടിയേരി പിന്നിട്ട വഴികൾ എന്നൊരു ഹെഡ്ലൈൻ കൊടുത്ത് ബിനീഷിൻ്റെ തുടക്കം, പാർട്ടിയുമായിട്ടുള്ള ബന്ധം, പാർട്ടിയിലെ പ്രവർത്തനം, സിനിമാ ജീവിതം, ലഹരി കള്ളക്കടത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, ലൈഫ് മിഷൻ പദ്ധതിയിൽ കമ്മീഷൻ പറ്റിയിട്ടുണ്ടോ എന്നുള്ളത്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഓരോന്നിനും ഓരോ പാസേജ് വീതം എഴുതിയിട്ട് ഒരു വലിയ കാര്യം പ്രസൻറ്റ് ചെയ്തിരിക്കുക. അങ്ങനെ ചെയ്താൽ അത് ഫീച്ചറായി. അവിടെ എല്ലാവരും ഫീച്ചർ വായിച്ചോളണമെന്നില്ല. പലരും ന്യൂസ് വായിച്ച് കാര്യം മനസ്സിലാവുമ്പോൾ വിട്ടിട്ട് പോവും. ചിലരെന്താണ് ഇതിൻ്റെ തുടക്കം തൊട്ട് ഒടുക്കം വരെയുള്ള കാര്യങ്ങൾ. ഇപ്പോൾ ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണെങ്കിൽ, ഒരു കോൺഗ്രസ്സുകാരനാണെങ്കിൽ അയാളിത് വായിച്ചു നോക്കും. കാരണം നാളെ അയാൾക്ക് പ്രസംഗിക്കുമ്പോൾ പറയാം, CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ്റെ മകൻ ബിനീഷ് കോടിയേരി എൻഫോഴ്സ്മെൻറ്റ് ചോദ്യം ചെയ്തില്ലേ, അതിനുശേഷം NIAക്ക് വിട്ടുകൊടുത്തില്ലേ, അയാളുടെ ലഹരി കള്ളക്കടത്തിൻ്റെ നാൾ വഴികൾ, അദ്ദേഹത്തിൻ്റെ ലഹരി മരുന്നുമായിട്ട് ബന്ധപ്പെട്ടുള്ള ബന്ധങ്ങൾ തെളിയിക്കപ്പെട്ടില്ലേ, ക്വസ്റ്റ്യൻ ചെയ്യപ്പെട്ടില്ലേ എന്നൊക്കെ ചോദിച്ച് അയാൾക്ക് പിന്നീട് എപ്പോഴെങ്കിലും ഒരു പ്രസംഗത്തിൽ വലിയ ആളാവാം. നമ്മളെപ്പോലുള്ള സാധാരണക്കാരും വായിക്കൂ. ബിനീഷ് ലഹരി മരുന്ന് കടത്തുന്നതിൽ കൂട്ടുനിന്നെങ്കിൽ അതിനവനുള്ള ലാഭം ഉണ്ടായിട്ടുണ്ടോ? കിട്ടിയവരെടുത്തോട്ടെ, നമുക്ക് താല്പര്യമില്ല. നമുക്കതിട്ട് ചെയ്യാനും താല്പര്യമില്ല, നമുക്കതിട്ട് കേൾക്കാനും താല്പര്യമില്ല. പിന്നെന്താ പ്രശ്നം? അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ന്യൂസ് സ്റ്റോറി എഴുതുന്നത്. വായിക്കാൻ താല്പര്യമുള്ള ഓഡിയൻസിന് വേണ്ടിയിട്ടാണ് ആ നിർബന്ധിതമാക്കപ്പെടുന്ന സാഹചര്യത്തിൽ മാത്രമാണ് ഫീച്ചർ സ്റ്റോറി എഴുതുന്നത്. ഇതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. എ ഫീച്ചർ ടേക്സ് ആൻ ഇൻ-ഡെപ്ത് ലുക്ക് അറ്റ് വാട്ട് ഈസ് ഹാപ്പനിങ് ബിഹൈൻഡ് ദ സീൻ. ഇറ്റ് ട്രൈസ് ടു എക്സ്പ്ലെയിൻ ഹൗ ആൻഡ് വൈ എ പർട്ടിക്കുലർ ട്രെൻഡ് developed. A feature may written based on the profile of a person or a group. ഫീച്ചറിന് 3 പ്രത്യേകതകളാണ്. ഒന്നാമത്തെ പ്രത്യേകത, അത് വളരെ കൃത്യമായിട്ട് ആഴത്തിലൊരു കാര്യത്തെക്കുറിച്ചുള്ള പഠനം നടത്തും. ഒപ്പം നിലവിലിപ്പോൾ നിൽക്കുന്ന സാഹചര്യത്തിൻ്റെ പിന്നാമ്പുറങ്ങൾ, അതാണ് ബിഹൈൻഡ് ദ സീൻ. ഞാൻ ആദ്യമേ ഉപയോഗിച്ച വാക്കാണ്, പിന്നാമ്പുറങ്ങളിലേക്ക് ഒരു എത്തിനോട്ടം. രണ്ടാമത് അവർ ചെയ്യുന്നത്, എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ട്രെൻഡ് ഉണ്ടായി വരുന്നു, സ്വർണ്ണക്കള്ളക്കടത്തിലേക്ക് ആളുകൾ കൂടുതൽ കടക്കുന്നു, അതിനവരെങ്ങനെ ഔദ്യോഗിക പദവികളെ ദുരുപയോഗം ചെയ്യുന്നു, അങ്ങനെയാണ് അവർ ഇടനിലക്കാരെ ഇതിലേക്ക് ക്രിയേറ്റ് ചെയ്യുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോഴാണ് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ട്രെൻഡ് ഉണ്ടാകുന്നു, എന്തുകൊണ്ട് ഈ നാട്ടിൽ സ്വർണ്ണക്കള്ളക്കടത്ത് നടക്കപ്പെടുന്നു എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാനായിട്ട് പറ്റുള്ളൂ.
ആൻഡ് ലാസ്റ്റ് വൺ, മിക്കപ്പോഴും ഫീച്ചർ സ്റ്റോറി എന്ന് പറയുന്നത് ഒരാളെക്കുറിച്ചോ ഒരു കൂട്ടം ആളുകളെക്കുറിച്ചോ ഉള്ള പ്രൊഫൈലായിരിക്കും. ആണ് ഞാൻ ശിവശങ്കറിൻ്റെ കാര്യത്തിലായാലും ബിനീഷ് കൊടിയേരിയുടെ കാര്യത്തിലായാലും ഇപ്പോഴത്തെ ട്രെൻഡിങ് വാർത്തകളായതുകൊണ്ടാണ് ഞാൻ അവരുടെ രണ്ടുപേരുടെയും പേര് പറയാനായിട്ടുള്ള കാരണം. എ ഫീച്ചർ അഡോപ്റ്റ്സ് എ പർട്ടിക്കുലർ ആംഗിൾ ആൻഡ് എക്സ്പ്ലോർസ് എ സ്റ്റോറി ഫ്രം ദാറ്റ് ആംഗിൾ. There are different ways by which you can identify the angle you wish to adopt. ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ ആ സംഭവത്തെ പല ആംഗിളിലൂടെ നോക്കിക്കാണാം. നമുക്കറിയാം, ഏതൊരു ഇഷ്യൂ ഉണ്ടായാലും ഏതൊരു രാഷ്ട്രീയ പാർട്ടി ആയാലും ആ പാർട്ടിയുടെ പ്രവർത്തകനോ ആ പാർട്ടിയോ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനെ ന്യായീകരിക്കാനുള്ള വഴികൾ നോക്കും. കൃത്യമായിട്ടും ഈ രാജ്യത്തിൻ്റെ സാമ്പത്തിക രംഗം തളർന്നു എന്ന് ബോധ്യപ്പെട്ടിട്ടും BJPക്കാർ ഇപ്പോഴും വാദിക്കും നോട്ട് നിരോധനം പ്രധാനമന്ത്രി ചെയ്ത ഏറ്റവും നല്ല പ്രവർത്തനമായിരുന്നു എന്ന്. അവർ പോലും അതിൻ്റെ പേരിൽ ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ടാവും. എങ്കിലും അതിനെ ന്യായീകരിക്കാൻ അവർ തയ്യാറാവും. അതിനുള്ള കാര്യങ്ങൾ അവർ തന്നെ അവരുടേതായിട്ടുള്ളൊരു പേഴ്സ്പെക്റ്റീവിൽ അത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ കോൺഗ്രസോ കമ്മ്യൂണിസ്റ്റോ പാർട്ടിയിൽപ്പെട്ട ആളുകൾ ഇത് ഏറ്റവും വലിയൊരു മണ്ടത്തരമായിരുന്നു എന്ന് തുറന്നു കാട്ടുന്ന രീതിയിൽ അവരവരുടെ ആംഗിളിലൂടെ കുറച്ച് കാര്യങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ഇത് രണ്ടും പ്രസൻറ്റ് ചെയ്യും. പക്ഷെ ഇവിടെ നമ്മളാണ് തീരുമാനിക്കേണ്ടത് ഏത് ആംഗിളാണ് ശരിയെന്ന്. ഏത് ആംഗിളിലൂടെ ഞാൻ എൻ്റെ ഫീച്ചർ കൊണ്ടുപോകണം. സപ്പോർട്ട് ചെയ്തിട്ട് കൊണ്ടുപോകണോ, എതിർപ്പ് ഉളവാക്കുന്ന രീതിയിലേക്ക് കൊണ്ടുപോകണോ? എനിക്കാണ് വണ്ടി തിരിക്കാനുള്ള സ്വാതന്ത്ര്യം. ഫീച്ചർ ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്ക് അയാളാണ് സ്വീകരിക്കുക ഏത് രീതി വേണമെന്ന്. യു വിൽ ഓൾസോ നീഡ് മാർഷൽ യുവർ തോട്ട്സ്, മെൻ്റലി ക്ലാസിഫൈ ആൻഡ് കാറ്റലോഗ് the information you have gathered. Only then can you get some semblance of perspective or angle you will use. Sometimes the angle will reveal itself through the gathering and reviewing of information, but sometimes you will need to write conforming to a particular brief. Or example, if you are commissioned to write a piece, then this will dictate the angle you adopt. നമ്മൾ പറഞ്ഞു എഴുതുന്ന ആളാണ് ആംഗിൾ തീരുമാനിക്കേണ്ടതെന്ന് പറഞ്ഞു. അയാൾക്ക് ഇടത്തോട്ട് പോകണോ വലത്തോട്ട് പോകണോ എന്ന് അയാൾക്ക് തീരുമാനിക്കാം. മിക്കപ്പോഴും എഴുതുന്ന ആൾ അയാൾക്ക് കിട്ടിയ വിവരങ്ങളുടെയും അയാളുടെ മെൻ്റൽ രീതിയുടെയും അയാൾക്കുള്ള തോട്ട്സിൻ്റെയും ബേസിസിലാണ് ഒരു ഫീച്ചർ തയ്യാറാക്കുക. എന്നാൽ ചില സമയങ്ങളിൽ മാത്രം, ഞാൻ എടുത്തു പറയുന്നു, ചില സമയങ്ങളിൽ മാത്രം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ചില ഫീച്ചറുകളിൽ വരുന്നൊരു ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ വ്യത്യാസമാണ്. വ്യത്യാസം ഇത്രയേ ഉള്ളൂ. ചില ഫീച്ചറുകൾ നമ്മളുടെ മുകളിലിരിക്കുന്നവർ, പ്രത്യേകിച്ച് എഡിറ്റോറിയൽ ബോർഡിലുള്ള ആളുകൾ പൈസ കൊടുത്ത് അല്ലെങ്കിൽ പൈസയ്ക്ക് വേണ്ടി നേരത്തെ പറഞ്ഞുറപ്പിച്ച ചില തീരുമാനങ്ങളുണ്ടാവും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ പൈസയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ആരാണോ ആ പൈസ മുടക്കിയിരിക്കുന്നത് അവരുടെ താല്പര്യങ്ങളെ സംരക്ഷിക്കുന്ന രീതിയിലേക്ക് നമ്മളുടെ മെസ്സേജിനെ വളച്ചൊടിക്കാനും അവർക്ക് തൃപ്തികരമാവുന്ന രീതിയിലുള്ളൊരു ഇമ്പാക്റ്റ് വായനക്കാരനിൽ ഉളവാക്കത്തക്ക രീതിയിലേക്ക് നമ്മൾ നമ്മുടെ വാർത്തയെ വളച്ചൊടിക്കേണ്ടതായിട്ട് വരും. അവിടെ ചിലപ്പോൾ നമ്മൾ ചിലത് മൂടി വയ്ക്കും, ചിലത് തുറന്നു കാട്ടും. ഈ തുറന്നു കാട്ടുന്നതും മൂടി വയ്ക്കുന്നതൊക്കെ നമ്മളുടെ സൗകര്യത്തിന് അനുസരിച്ച് വ്യത്യാസപ്പെട്ടുകൊണ്ടേയിരിക്കും. ചില സമയങ്ങളിൽ നമ്മളുടെ സൗകര്യത്തെയും നമ്മൾ സൗകര്യപൂർവ്വം മറക്കേണ്ടി വരും. കാരണം പത്രസ്ഥാപനം നേരത്തെ ആരിൽ നിന്നെങ്കിലും പൈസയായിട്ടോ സഹായമായിട്ടോ എന്തെങ്കിലും മേടിച്ചിട്ടുണ്ടായിരിക്കും. അന്ന് അവർക്ക് കൊടുത്ത വാഗ്ദാനം അവർക്ക് വേണ്ടി
ഈ വാർത്തയെ അവർക്ക് ഫേവറബിൾ ആകുന്ന രീതിയിലേക്ക് മാറ്റിയെടുക്കാമെന്നുള്ളതായിരിക്കും. അങ്ങനെ അവരുമായിട്ടൊരു ധാരണയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവിടെ റൈറ്റർക്ക് തീരുമാനിക്കാൻ പറ്റില്ല ഈ ഫീച്ചർ എങ്ങോട്ട് കൊണ്ടുപോകണം, എങ്ങനെ ഈ ഫീച്ചറിനെ നിയന്ത്രിക്കണം, ഞാൻ ഏത് വഴിയിലൂടെ എഴുതണം, ഇതൊന്നും നമുക്ക് ഫിക്സ് ചെയ്യാനായിട്ട് പറ്റില്ല. അവിടെ വ്യത്യാസങ്ങളുണ്ടായിരിക്കും. ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് റിസർച്ച്. ദ റൈറ്റർ മസ്റ്റ് ഗ്യാദർ ഇൻഫർമേഷൻ ഫ്രം എ വെറൈറ്റി ഓഫ് സോഴ്സസ്. ദ റൈറ്റർ ഇൻ്റർവ്യൂസ് ദ പീപ്പിൾ ഇൻവോൾവ്ഡ് ആൻഡ് അറ്റംപ്റ്റ്സ് ടു ഡ്രോ കൺക്ലൂഷൻ ഫ്രം ദി ഇൻഫർമേഷൻ ഒബ്ടൈൻഡ്. യഥാർത്ഥത്തിൽ ഒരു ഫീച്ചർ ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മേലെ മറ്റ് നിയന്ത്രണങ്ങളോ അല്ലെങ്കിൽ മറ്റ് നിർദ്ദേശങ്ങളോ ഒന്നും വന്നിട്ടില്ല എങ്കിൽ, നിങ്ങൾക്ക് സ്വതന്ത്രമായിട്ട് എഴുതാനായിട്ടുള്ള സാഹചര്യവും സ്വാതന്ത്ര്യവും ഉണ്ടെങ്കിൽ, നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ എഴുതാൻ പോകുന്ന വാർത്തയെക്കുറിച്ച്, കാര്യത്തെക്കുറിച്ച് കൃത്യമായിട്ടുള്ള പഠനം നടത്തണം, റിസർച്ച് നടത്തണം. ഇപ്പോൾ ശിവശങ്കറിനെ കുറിച്ചിട്ടാണ് നിങ്ങൾ എഴുതാൻ പോകുന്നത്. ഞാൻ സ്റ്റഡി നടത്തണം. ശിവശങ്കർ ആരായിരുന്നു, എങ്ങനെയാണ് ഈ പൊസിഷനിലേക്ക് എത്തിയത്, എന്താണ് അദ്ദേഹം ചെയ്ത ഇൻവോൾവ്മെൻറ്റ്, അദ്ദേഹം ആരെയൊക്കെയാണ് സഹായിച്ചത്, അദ്ദേഹം വഴി മുഖ്യമന്ത്രിക്ക് ഈ കള്ളക്കടത്തുമായിട്ട് ബന്ധമുണ്ടോ, ബന്ധമുണ്ടെങ്കിൽ ഏത് എക്സ്റ്റെൻറ്റ് വരെ, UAE കോൺസുലേറ്റിലും UAEയിലും വർക്ക് ചെയ്യുന്ന ആരൊക്കെ ഇതിനകത്ത് കണ്ണികളായിട്ട് വരാം, ഇതൊക്കെ ഞാൻ സ്റ്റഡി ചെയ്യണം. എന്നിട്ട് എൻ്റെ മേൽ ശിവശങ്കറിൻ്റെ നിയന്ത്രണം ഇല്ലെങ്കിൽ എനിക്ക് സത്യസന്ധമായിട്ട് എഴുതാം. ഞാൻ കണ്ടെത്തിയ കാര്യങ്ങൾ ശരിയാണെങ്കിൽ എനിക്കത് ജനങ്ങളോട് വിളിച്ചു പറയാം. ഞാൻ എന്തിനാ ആരെങ്കിലും ഭയക്കണം? അതേസമയം ഞാൻ മനോരമയിൽ വർക്ക് ചെയ്യാണ്. അപ്പോൾ മനോരമയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ ഫീച്ചർ എഴുതുന്നത്. ഞാൻ കണ്ടെത്തിയ കാര്യങ്ങളൊക്കെ ശിവശങ്കറിന് എതിരാണെന്ന് വെറുതെ വിചാരിക്കൂ. ജസ്റ്റ് ഇമാജിൻ. ഞാൻ എന്നിട്ട് എൻ്റെ ചീഫിൻ്റെ കയ്യിൽ കൊണ്ടുപോയി കൊടുക്കുകയാണ്, സാർ ശിവശങ്കർ ഈ കള്ളക്കടത്തിലെ ഭാഗമാണ്, ഞാനത് കണ്ടുപിടിച്ചിരിക്കുന്നു. വെരി ഗുഡ്. എൻ്റെ ചീഫ് അത് മേടിക്കുന്നു, വായിച്ചു നോക്കുന്നു. എന്നിട്ട് ആൾ പറയുന്നു, ഓ ഇതിങ്ങനെ കൊടുത്താൽ ശരിയാവില്ല, ഇതിൽ ചില മാറ്റങ്ങൾ വരുത്തണം. അപ്പോൾ റൺ ബേബി റണ്ണിൽ ബിജു മേനോൻ പറയുന്ന പോലെ ചിലപ്പോൾ സ്വപ്നയും ശിവശങ്കറുമായി ബന്ധം ഉണ്ടായിരിക്കുമത്രേ, കള്ളക്കടത്തിൽ ശിവശങ്കറിനും പങ്കുണ്ടായിരിക്കുമത്രേ. ഒന്നും ഉറപ്പിച്ച് പറയുന്നില്ല, ഒരു മത്ര ഇട്ടാൽ പ്രശ്നം തീർന്നില്ലേ? ആർക്കും ദോഷം ചെയ്യില്ല. ശിവശങ്കറിൻ്റെ ക്രെഡിബിലിറ്റിയെ ചോദ്യം ചെയ്യണ്ട, മുഖ്യമന്ത്രിയുടെ പങ്കിനെ കുറിച്ച് പറയണ്ട. പങ്കുണ്ടെന്ന് കണ്ടെത്തിയാൽ കേട്ടോ. ഞാനിപ്പോൾ പറഞ്ഞിട്ടൊന്നുമില്ല മുഖ്യമന്ത്രിക്ക് പങ്കുണ്ടെന്ന്. ഇനി നാളെ ഇതൊരു വിവാദമായിട്ട് വരും. ഞാൻ മുഖ്യമന്ത്രിക്കെതിരെ സംസാരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമായി. ഞാൻ ചില സാധ്യതകൾ നിങ്ങളുടെ മുൻപിലേക്ക് എടുത്തിട്ടതാണ്. അപ്പോൾ ചിലപ്പോൾ മനോരമ കമ്പനിയും മുഖ്യമന്ത്രിക്കെതിരെയുള്ളതാണോ, എനിക്ക് ധൈര്യമായിട്ട് കൊടുത്തോ. മുഖ്യമന്ത്രിക്ക് പങ്കില്ലേ, അന്നാ വാർത്ത എഴുതണ്ട, മുഖ്യമന്ത്രിക്ക് പങ്കുണ്ടാകും അത്രേ എന്നെഴുതിയാൽ മതി. അത് അവരുടെ താല്പര്യമാണ്. ഇവിടെയാണ് പത്രത്തിൻ്റെ ക്രെഡിബിലിറ്റി നഷ്ടപ്പെടുന്നത്. സത്യസന്ധത, വിശ്വാസ്യത എന്ന് പറയുന്നത് തകർക്കപ്പെടുന്നത് ഈ ഒരു മൊമെൻറ്റിലാണ്. The writer must be careful to present a balanced view of the issue and to ensure this opinion of people who have opposing views on the topic should be recorded. നമ്മൾ ഒരിക്കലും എതിർക്കുന്ന കാര്യങ്ങൾ മാത്രം എഴുതുകയോ അനുകൂലിക്കുന്ന കാര്യങ്ങൾ മാത്രം എഴുതുകയോ ചെയ്യരുത്. രണ്ടും വേണം. എതിർക്കുന്നവരുടെ ശബ്ദവും കേൾക്കണം, അനുകൂലിക്കുന്നവരുടെ ശബ്ദവും കേൾക്കണം. അങ്ങനെ രണ്ടിനെയും മാച്ച് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു ന്യൂട്രലൈസിങ് ഏജൻ്റായിട്ടായിരിക്കണം ഈ പറയുന്ന ഫീച്ചർ റൈറ്റർ പ്രവർത്തിക്കേണ്ടത്. അല്ലാതെ ഒരു ഭാഗത്തേക്ക് മാത്രം ചാഞ്ഞു നിന്നുകൊണ്ടുള്ള പ്രവർത്തനം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത് ഫീച്ചർ റൈറ്റിങ്ങിനെ കുറിച്ചും ഡെവലപ്മെൻറ്റ് ഓഫ് പ്രിൻറ്റിനെ കുറിച്ചും ഓഡിയൻസ് ഓഫ് ദ ന്യൂസിനെ കുറിച്ചുമാണ്. ആ ഓഡിയൻസിൽ എങ്ങനെ വ്യത്യാസം വരുന്നു, എന്തുകൊണ്ടാണ് ഓഡിയൻസ് മാറുന്നത്, എന്തുകൊണ്ടാണ് ഒരു ഓഡിയൻ്റ് തന്നെ പലയിടത്തും ഓഡിയൻ്റായിട്ട് കടന്നു വരുന്നത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടു. പ്രിൻറ്റിംഗ് പ്രസ്സിൻ്റെ ഡെവലപ്മെൻറ്റ് തന്നെ നമ്മൾ മുമ്പേ ജേർണലിസത്തിൽ പഠിച്ചതാണ്. ഗുണ്ടൻബർഗ് മൂവബിൾ ടൈപ്പ് കണ്ടുപിടിക്കുന്നു. അതിനുശേഷം ഇന്നത്തെ ഓഫ്സെറ്റ് പ്രിൻറ്റിങ്ങിലേക്ക് മാറുന്നു. ഓഫ്സെറ്റ് പ്രിൻറ്റിങ്ങിലേക്കൊക്കെ മാറുമ്പോൾ ഹാൻഡ് റിട്ടണേക്കാൾ വേഗത്തിൽ പ്രിൻറ്റിങ് നടക്കാനും ഒരുപാട് പ്രിൻറ്റിങ് അറ്റ് എ ടൈം നടത്തിക്കൊണ്ടു പോകാനും സാധിക്കുന്നു എന്നുള്ളതാണ്.
പിന്നീട് നമ്മൾ പറഞ്ഞു ന്യൂസ് സ്റ്റോറിയിൽ നിന്ന് ഫീച്ചർ സ്റ്റോറി വ്യത്യസ്തമാണ്. വ്യത്യാസപ്പെടുന്ന ഒരേ ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് ഇൻറ്റൻഷനിലാണ്. ന്യൂസ് സ്റ്റോറിയിൽ ഇൻഫർമേഷൻ കൈമാറുക എന്നുള്ളത് മാത്രമേ ഉദ്ദേശമുള്ളൂ. ഫീച്ചർ സ്റ്റോറിയിൽ വായനക്കാരനെ രസിപ്പിക്കുകയും അയാൾക്ക് ഇൻഫർമേഷൻ കൈമാറുകയും ചെയ്യണം. അപ്പോൾ ചിലപ്പോൾ ഇത്തിരി ലെങ്തി ആയി പോവുമായിരിക്കാം. അങ്ങനെ ലെങ്തി ആയി പോയാലും കുഴപ്പമില്ല. പക്ഷേ അതൊരു റിസർച്ചിൻ്റെ ബേസിസിൽ നമ്മൾ കണ്ടെത്തിയ കാര്യങ്ങൾ വായനക്കാരന് പറഞ്ഞു കൊടുക്കാനായിട്ട് നമുക്ക് പറ്റണം. ചില സാഹചര്യങ്ങളിൽ ചില ഫീച്ചർ സ്റ്റോറികൾ വായനക്കാരന് ഇൻഫർമേഷൻ കൊടുക്കാത്തതും അതുപോലെ തന്നെ അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി വാർത്തകളിൽ മാറ്റം വരുത്തിയതുമായിരിക്കാൻ സാധ്യതയുണ്ട്. ഇത്രയുമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്തത്. വളരെ ചെറിയ ടോപ്പിക്കാണ്. ഇന്ന് തന്നെ പഠിക്കുക, നന്നായിട്ട് പഠിക്കുക. ഇനി ഫീച്ചർ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചിട്ടും ആർട്ടിക്കിൾ റൈറ്റിംഗ് എന്താണെന്നുള്ളതും നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ചർച്ച ചെയ്യും. ഒപ്പം കൊറോണയ്ക്കെതിരെ ജാഗ്രതയോടുകൂടി ഇരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നല്ല ദിവസങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.